എക്സ്പേർട്ട്നെസ് ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഓരോ സീനിലും സീൻ ബൈ സീനുള്ള ട്രാൻസിഷൻ, ഈ ഒരു മൂവിയുടെ ട്രാൻസിഷൻ വിച്ച് വാസ് ഗംഭീരമായിട്ടുള്ളൊരു സീൻ ബൈ സീൻ ട്രാൻസിഷൻ ഈ സിനിമയ്ക്കുണ്ട്. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എന്ന് വെച്ചാൽ ഒരു മലയാളപ്പടം കണ്ടിറങ്ങിയ ഒരു ഫീലിങ്ങേ അല്ല ഈ ഒരു സിനിമയ്ക്കുള്ളത്. ഇപ്പം എക്കോ പോലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ടായതിനു മുമ്പ് അതുപോലുള്ള പല പല സിനിമകൾ, പല പരീക്ഷണ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴും ഇത് മലയാളത്തിൽ ഇറങ്ങിയത് വെച്ച് ഒരു നമുക്ക് ഹോളിവുഡ് മൂവി കണ്ടിറങ്ങിയ ഫീല് നമുക്ക് എനിക്ക് സിനിമ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ മൈ പെർസ്പെക്റ്റീവ് ഈ സിനിമയുടെ, അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു തേർഡ് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ബി ജി എം ഗംഭീര ബ്ലെൻഡാണ്. ഈ സിനിമയായിട്ട് ഹൈലി ബ്ലെൻഡഡ് ആയിട്ടുള്ള ബി ജി എമ്മാണ് ഈ സിനിമയ്ക്കുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈറ്റ്നിങ്ങിൻ്റെയും മറ്റൊക്കെ സൗണ്ട്സും ഒക്കെ നല്ല, എന്താ പറയുക, നമ്മളെ തൊട്ടടുത്ത് അതിൻ്റെ ലൈറ്റ്നിങ്ങിൻ്റെ ആ പ്രകമ്പനം ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് അത്രയ്ക്ക് ഒറിജിനാലിറ്റി, അത്രയ്ക്ക് എന്താ പറയുക നാച്ചുറാലിറ്റി ആ ഒരു സൗണ്ട്സിനൊക്കെ പ്ലേസ് ചെയ്ത് വളരെ ഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമ കാണുന്ന പ്രേക്ഷകരിലിരിക്കും. അതായത് അത്തരത്തിലുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡും ഈ സിനിമയുടെ ഓരോ ടെക്നിക്കൽ ഇതെടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ സൗണ്ട് ആയാലും അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ട്രാൻസിഷൻ ആയാലും ഇതിനകത്തുള്ള ആക്ടേഴ്സിൻ്റെ എക്സ്പ്രഷൻസും ആക്ടിങ്ങും, ഇറ്റ്സ് ലിറ്ററലി വെരി 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 ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ബെസ്റ്റ് മൂവി. ഒരു ഹൈലി വർത്ത് വാച്ചിങ് ആയിട്ടുള്ള മൂവിയാണ്. ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.